തെരുവുനായ ശല്യം വലിയൊരു സാമൂഹിക പ്രശ്നമായി വളരുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾ 3-ാം തീയതി തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരായി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ അന്തസ്സിന് വലിയ കളങ്കം സൃഷ്ടിച്ചു ഈ തെരുവ് നായ ശല്യമെന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷിക്കുന്നുണ്ട്. അത്രയും വലിയ രാജ്യാന്തര പ്രശ്നമായി ഇത് വളർന്നു വരികയാണ്. എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായി നമ്മുടെ രാജ്യവ്യാപകമായി ഇങ്ങനെ തെരുവ് നായ ശല്യം വളർന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനപരമായും 2 കാര്യങ്ങൾ കൊണ്ടാണ് തെരുവ് നായ ശല്യം വളർന്നു വരുന്നത്. ഒന്നാമതായി, നമ്മൾ തെരുവിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരം ഇരുട്ടിയാൽ പല ടൗണുകളും തെരുവ് നായകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ടൗണുകളിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളിൽ നിന്ന് ഭക്ഷണം തേടിയാണ് തെരുവ് നായകൾ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി തെരുവുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് ജനങ്ങൾ പിന്മാറേണ്ടതുണ്ട് എന്നാണ് തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടാമതായി, കോടതി നിർദ്ദേശിച്ചിട്ടുള്ള വന്ധ്യംകരണ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നായകളുടെ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വന്ധ്യംകരണ പ്രവർത്തനം നടത്തുന്നത്. അത് സംസ്ഥാനങ്ങളിൽ കാര്യക്ഷമമായി നടക്കാതെ വരുമ്പോഴാണ് ഈ തെരുവ് നായ ശല്യം വ്യാപകമാകുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വന്ധ്യംകരണ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാകട്ടെ, പഞ്ചായത്തുകൾക്കാകട്ടെ, മുനിസിപ്പാലിറ്റികൾക്കാകട്ടെ ഈ വന്ധ്യംകരണ പ്രവർത്തനത്തിന് വേണ്ട വിധത്തിലുള്ള ഫണ്ടിൻ്റെ ദൗർലഭ്യം, അതുപോലെ തന്നെ വന്ധ്യംകരണത്തിന് പരിശീലനം നേടിയ ആളുകളുടെ കുറവ്, താഴെ തട്ടിലുള്ള ജനങ്ങളുടെ വേണ്ട രീതിയിലുള്ള സഹകരണമില്ലായ്മ, ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൃത്യമായി ഈ വന്ധ്യംകരണ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി കൈയൊഴിയാതെ ഈ വിഷയത്തിൽ കൃത്യമായുള്ള ഇടപെടലുകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തെരുവ് നായ ശല്യം വളരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംസ്കാരങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ മാറി നിൽക്കുക, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ട് വന്ധ്യംകരണ പ്രവർത്തനത്തിന് കൃത്യമായ ഇടപെടലുകൾ നടത്തുക, ഈ 2 പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ പട്ടിപ്രേമികൾ എന്ന് പറയുന്നത്. ഈ പട്ടിപ്രേമികൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഈ തെരുവ് നായകൾക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം ലഭിക്കാതെ വരുമ്പോഴാണ് മനുഷ്യരെ ആക്രമിക്കുന്നത്, അക്രമ സ്വഭാവം തെരുവ് നായകൾ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞ് തെരുവുകളിൽ ഭക്ഷണം വെച്ച് നൽകുന്ന പട്ടിപ്രേമികളെ, അത്തരം ആളുകളെയും നമ്മൾ കണ്ടുവരേണ്ടതുണ്ട്. ഇത് നമ്മൾ പാടെ എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു തരത്തിൽ ശരിയാണ്. വേണ്ട രീതിയിലുള്ള ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അക്രമ സ്വഭാവം പട്ടികൾ പുറത്തെടുക്കുന്നുണ്ട്. അപ്പോഴും ഈ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെയാണ് പല പട്ടിപ്രേമികളും ഈ പട്ടികൾക്ക്, തെരുവ് നായകൾക്ക് ഭക്ഷണം വെച്ച് നൽകുന്നത്. സാമൂഹിക ശല്യമില്ലാതെ, പൊതുജനങ്ങൾ ഇടപെടുന്ന പ്രദേശത്തല്ലാതെ, പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വരുന്ന വിദ്യാർത്ഥികൾക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ
രൂപത്തിൽ വലിയ ഗതാഗത തടസ്സം കൊണ്ടുവരാത്ത രൂപത്തിലുള്ള ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പൊതുശല്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഭക്ഷണം വെച്ച് നൽകണമെന്നും അത് കൃത്യമായി ഭക്ഷണം നൽകണമെന്നും ഭക്ഷണം കൊടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന പട്ടികൾക്കും സുരക്ഷിതത്വമുള്ള ഇടത്താണ് ഈ ഭക്ഷണം നൽകേണ്ടത് എന്നും പൊതുജനശല്യം ഇല്ലാത്തിടത്താണ് ഭക്ഷണം നൽകേണ്ടത് എന്നെല്ലാം ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ കോടതി കൃത്യമായി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്നാൽ ചില പട്ടിപ്രേമികൾ ഈ തെരുവുകളിൽ ഈ പട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതും പാടെ നമ്മൾ നിരാകരിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് തെരുവുനായ ശല്യം വളരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേവിഷബാധ വാക്സിനേഷനും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ശമിപ്പിക്കേണ്ടതുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ